മണിരത്നം സിനിമയ്ക്ക് ശേഷം കരിയറിൽ തെറ്റായ ഒരു തീരുമാനം തനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് നടി സ്വർണ്ണമല്ലിയ. ഒരു ബി ഗ്രേഡ് മൂവിയിൽ അഭിനയിക്കേണ്ടി വന്നുവെന്നാണ് ഒരു പഴയ അഭിമുഖത്തിലൂടെ സ്വർണ്ണമല്ലിയ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. താൻ കരുതിയത് മണിരത്നം പോലെയാണ് എല്ലാ സംവിധായകരും എന്നായിരുന്നു. അവർ തന്നോട് പറഞ്ഞത് 10 മിനിറ്റ് മാത്രമാണ് ആ സിനിമയിൽ തനിക്ക് അഭിനയിക്കാനുള്ളൂ എന്നായിരുന്നു. അതോടെ താൻ ചെയ്യാമെന്ന് പറഞ്ഞുവെന്നും ഇതൊരു ബി ഗ്രേഡ് മൂവിയാണെന്ന് ഫോട്ടോഷൂട്ട് നടത്തിയപ്പോഴാണ് തനിക്ക് മനസ്സിലായതെന്നും ചെയ്യണോ വേണ്ടയോ എന്ന ചിന്ത വല്ലാതെ കുഴപ്പിച്ചുവെന്നും അവസാനം ഫോട്ടോഷൂട്ട് ചെയ്തുവെന്നും നടി പറയുന്നു. തനിക്ക് നോ എന്ന് പറയാൻ സാധിച്ചില്ല, വല്ലാത്തൊരു സാഹചര്യമായിരുന്നു അത്. സിനിമ റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നേരിട്ടുവെന്നും ഒരു ബി ഗ്രേഡ് ചിത്രത്തിന്റെ ഭാഗമായത് ജീവിതത്തിലെടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമായിരുന്നുവെന്നാണ് താരം പറയുന്നത്. അത്തരത്തിലെടുത്ത മറ്റൊരു തീരുമാനമായിരുന്നു തന്റെ വിവാഹം. വിവാഹത്തോടെ അമേരിക്കയിലേക്ക് താൻ പോയിരുന്നു. എന്നാൽ ഭർത്താവുമായി ഒത്തുപോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നുവെന്നും സ്വർണ്ണമല്ലിയ തുറന്നു പറഞ്ഞു. അതേസമയം 2002 സ്വർണ്ണമല്ലിയ അർജുൻ രാജരാമൻ എന്നയാളെ വിവാഹം ചെയ്യുന്നത്. ആ ബന്ധം അധികകാലം മുന്നോട്ട് പോയില്ല. 2004 ഇരുവരും വേർപിരിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷം സ്വർണ്ണമല്ലിയ സജീവമായി അഭിനയത്തിലും ആങ്കറിംഗിലും ടെലിവിഷൻ രംഗത്തും നിലയുറപ്പിച്ചു. ഒരുപാട് വേദനകൾ താരത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വിവാഹമോചനത്തിന് ശേഷം 2004 എങ്കൽ അണ്ണ എന്ന ചിത്രത്തിൽ വിജയകാന്തിന്റെ സഹോദരിയായിട്ട് അഭിനയിക്കുന്നത്. എന്നാൽ ആ സിനിമയിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ താരം നേരിട്ടു. ഈ സിനിമയിൽ പൂർണ്ണമായും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കഥാപാത്രമായിരുന്നു തനിക്ക് ലഭിച്ചതെന്നും അത് തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല എന്നും കരയാൻ ഇഷ്ടമില്ലാതിരുന്നതിലാണ് സീരിയലിൽ നിന്ന് പോലും അകലം പാലിച്ചുകൊണ്ടിരുന്നതെന്നും ഒരു ദിവസം താൻ സംവിധായകനോട് ചോദിച്ചു, ഒരു സീനിലെങ്കിലും ചിരിക്കുന്ന തന്റെ മുഖം കാണിക്കുമോ എന്ന്. തനിക്ക് സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നുവെന്നും തന്റെ മുത്തച്ഛൻ സിനിമയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം സിനിമയെക്കുറിച്ച് ഒന്നും പറഞ്ഞു തന്നില്ല എന്നും സ്വർണ്ണമല്ലിയ പറയുന്നുണ്ട്. അതേസമയം മികച്ച കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അഭിനേത്രിയാണ് സ്വർണ്ണമല്ലിയ. ഒരുപക്ഷെ ആ പേരിനേക്കാൾ കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നത് അലൈപയുധ എന്ന മണിരത്നം ചിത്രത്തിലെ പൂർണ്ണി എന്ന കഥാപാത്രത്തെയായിരിക്കും. സിനിമയിലെ രംഗപ്രവേശനം തന്നെ മണിരത്നം ചിത്രത്തിലൂടെ ആയിരുന്നു. സ്വർണ്ണമല്ലിയുടെ കരിയറിലെ മികച്ച കഥാപാത്രമായിരുന്നു പൂർണ്ണി. സിനിമയിൽ അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും പല കാരണങ്ങളാൽ സ്വർണ്ണമല്ലി തന്നെയാണ് അഭിനയം ഉപേക്ഷിച്ചത്. സീരിയലുകളിലും താരം സാന്നിധ്യം അറിയിച്ചിരുന്നു. വളരെ കുറച്ച് സിനിമകളിലൂടെയാണ് സ്വർണ്ണമല്ലിയെ പ്രേക്ഷകർ കണ്ടത്. അലൈപായുധെ പോലെ പ്രേക്ഷക പ്രീതി നേടിയ കഥാപാത്രമായിരുന്നു മൊഴി എന്ന ചിത്രത്തിലെ ഷീല എന്ന കഥാപാത്രം. ഒരു നായിക കഥാപാത്രത്തിലൂടെ തിളങ്ങാൻ താരത്തിന് സാധിച്ചിട്ടില്ല. എന്നിട്ടും കേരള പോലീസ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും സ്വർണ്ണമല്ലിയ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.